ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിൽ മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണല്ലോ പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക. എന്നാൽ പൈനാപ്പിൾ കഴിച്ചു തുടങ്ങുമ്പോൾ നല്ല മധുരം തോന്നുമെങ്കിലും അല്പം കഴിഞ്ഞാൽ നാവിലും ചുണ്ടിലുമൊക്കെ ഒരു വല്ലാത്ത ചൊറിച്ചിലോ പുകച്ചിലോ അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? യഥാർത്ഥത്തിൽ നമ്മൾ പൈനാപ്പിൾ കഴിക്കുമ്പോൾ പൈനാപ്പിൾ നമ്മളെ തിരിച്ചു കഴിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ കൃത്യമായൊരു സയൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നും ഇത്തരം ഇറിറ്റേഷൻസ് ഒഴിവാക്കി എങ്ങനെ പൈനാപ്പിൾ രുചികരമായി കഴിക്കാമെന്നും പിന്നെ പൈനാപ്പിൾ ഫ്രൂട്ട്സിൻ്റെ ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. പൈനാപ്പിൾ കഴിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലും നാവിലുമൊക്കെ ചൊറിച്ചിലുണ്ടാകാനുള്ള കാരണം പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ എന്ന എൻസൈമാണ്. ബ്രോമലൈൻ എന്നത് ഒരു പ്രോട്ടിയോലിറ്റിക് എൻസൈമാണ്. ഇതിൽ പ്രോട്ടിയോ എന്നാൽ പ്രോട്ടീൻ എന്നും ലിറ്റിക് എന്നാൽ ബ്രേക്ക് ഡൗൺ എന്നും അർത്ഥമാക്കുന്നു. അതായത് ഈ എൻസൈമിന് പ്രോട്ടീനെ വിഘടിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ നാവും വായയുടെ ഉൾഭാഗവുമെല്ലാം പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഒരു കഷ്ണം പൈനാപ്പിൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ റിലീസാവുകയും അത് നമ്മുടെ വായിലെയും വായുടെ ഉൾഭാഗത്തൊക്കെയുമുള്ള സർഫേസ് ലൈനിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ വായിൽ ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടാനുള്ള കാരണം. എന്നാൽ ഇങ്ങനെ നമ്മുടെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ ശരീരം ഈ ചെറിയ കോശനാശത്തെ വളരെ വേഗത്തിൽ പുനർനിർമ്മിക്കുന്നു. പൈനാപ്പിൾ നമ്മുടെ വയറിലെത്തിക്കഴിഞ്ഞാൽ വയറിനുള്ളിലെ ആസിഡ്സ് ഈ എൻസൈമിനെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വയറിനുള്ളിൽ ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നില്ല. ഇനി ഇറിറ്റേഷൻസ് ഇല്ലാതെ പൈനാപ്പിൾ എങ്ങനെ ടേസ്റ്റിയായി കഴിക്കാം എന്ന് നോക്കാം. അതിനുള്ള ഒരു വഴിയാണ് കുക്ക് ചെയ്ത് പൈനാപ്പിൾ കഴിക്കുക എന്നുള്ളത്. ഹീറ്റിംഗ് പൈനാപ്പിളിലെ ബ്രോമലൈൻ എൻസൈമിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പൈനാപ്പിൾ പുളിശ്ശേരി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പൈനാപ്പിൾ ഗ്രിൽ ചെയ്ത് കഴിക്കുമ്പോഴോ ഒന്നും നമുക്കിതുപോലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടാത്തത്. ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കുമ്പോഴും നമുക്ക് ഇത്തരം ഇറിറ്റേഷൻസ് ഉണ്ടാകാറില്ല. അതിനു കാരണം പൈനാപ്പിൾ ഉപ്പിലിടുമ്പോൾ ബ്രോമലൈൻ എൻസൈമിൻ്റെ വീര്യം കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിക്കുന്നത് ഇത്തരം ഇറിറ്റേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. കഴിക്കുമ്പോൾ നമുക്ക് ഇത്തരം ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാകുമെങ്കിലും പൈനാപ്പിൾ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് വൈറ്റമിൻ സി, വൈറ്റമിൻ B6 എന്നിവയുടെ കലവറയാണ്. കൂടാതെ പൈനാപ്പിൾ നമ്മുടെ ഡയജഷനെ വലിയ രീതിയിൽ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതും പൈനാപ്പിളിൻ്റെ വളരെ വലിയൊരു ഗുണമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.